കഴിഞ്ഞ വർഷം ശിവരാത്രിക്ക് ഞാൻ പാലക്കാട് ഒരു സംഗീത കച്ചേരിക്ക് പോയി. പാലക്കാട് പട്ടാമ്പിയിലുള്ള ഒരു അമ്പലത്തിലൊരു കച്ചേരിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും എൻ്റെ കൂടെ വൈഫും ഉണ്ട്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിൽ ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ എൻ്റെ വൈഫ് അവിടെ പഠിച്ച ആളാണ്. അപ്പോൾ അവിടെയൊക്കെ കയറി നല്ല രസമാണ്. അവിടെ ആ സ്ഥലമൊക്കെ എന്ന് പറയുന്നത് എപ്പോഴും വൈഫിനെ സംബന്ധിച്ച് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. എനിക്ക് പ്രത്യേകിച്ച് അതിനോടൊരു ഇഷ്ടമുണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ കയറി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സമയം നേരത്തെ ഇറങ്ങി വിട്ട് നിങ്ങൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഒരു വലിയ ബോർഡ് കാണാം, ഒരു അമ്പലത്തിൻ്റെ ആർച്ച് കാണാം. ആ ആർച്ചിൽ എഴുതി വെച്ചിരിക്കുന്നത് അന്തിമഹാകാളൻ കാവ്. അന്തിമഹാകാളൻ കാവ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്ന അന്തിമഹാകാളൻ കാവ്. അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? അപ്പോൾ മഹാകാളൻ എന്ന് പറഞ്ഞാൽ പരമശിവനാണല്ലോ. അപ്പം അന്തിമഹാകാളൻ കാവ്. അപ്പം ഞാൻ അന്തിമഹാകാളൻ കാവ് അങ്ങനെ 5-6 പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ലൈറ്റ് അടിച്ചത്. കാര്യം ഞാൻ ഒരു പാട്ട് ഒടിയനിലെ പാട്ടില് അന്ത്യാളൻ കാവിൽ കൊണ്ടുപോവാന്നുണ്ട്. ഈ അന്തിമഹാകാളൻ കാവ് എന്നുള്ളത് പറഞ്ഞാണ് നമ്മൾ തിരുവനന്തപുരം എന്ന് പറയില്ല, തിരുവനന്തപുരം എന്ന് പറയും. അല്ലെങ്കിൽ ബാലരാമപുരം എന്ന് ആരും പറയാറില്ല, ബാലരാമപുരം എന്നല്ലേ ചേട്ടാ. ഒടിയനിലെ പാട്ട് ഒന്ന് പാടാവോ? അന്ത്യാളൻ കാവെന്ന് വരുന്നുണ്ട്, അലനല്ലൂർ കാവെന്ന് വരുന്നുണ്ട്. അതിനകത്ത് പല പാലക്കാട്ടെ മനോഹരങ്ങളായ പല ഗ്രാമങ്ങളുടെയും പേര് പാട്ടിലുണ്ട്. ഈ 10 വെളുപ്പിന് എന്ന് പറഞ്ഞ പാട്ടിലും അതുപോലെ ഉണ്ടല്ലോ. കിള്ളിക്കുറിശിയിൽ വരവേൽപ്പ്, അല്ലെങ്കിൽ മായന്നൂർ കാവിൽ പുള്ളിപ്പുലി കളി എന്ന് പറഞ്ഞ പോലെ ഈ സ്ഥലനാമങ്ങളൊക്കെ നമുക്ക് പലതും അറിയുന്ന പാട്ടിലൂടെയാണ്. നമ്മളിവിടെ ഒന്നും പോയിട്ടുള്ളല്ലോ, പ്രത്യേകിച്ച് പണ്ട്. എനിക്ക് തോന്നുന്നു അധികം ആൾക്കാർ അങ്ങനെ ശ്രദ്ധിക്കാറില്ല, ഈ പാട്ടിലങ്ങ് പാടി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് കുറച്ചുകൂടി ഗ്രാസ്പ് ചെയ്ത് ചേട്ടൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഒരു കൗതുകമാണ്. കൗതുകം മാത്രമല്ല, നമ്മളൊരു സന്തോഷമാണ്. നമ്മൾ കേട്ടറിവുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ അതിന്റെ ഓരോന്നിനും, ഓരോ സ്ഥലത്തിനും അതിൻ്റെ സൗന്ദര്യമുണ്ട്. ഓരോ നാടിനും അതിൻ്റെതായിട്ടുള്ള തനതായ സൗന്ദര്യമുണ്ട്. അപ്പൊ ഈ പാട്ടിൽ പറയുന്ന പോലത്തെ സൗന്ദര്യമൊക്കെ അവിടെ കാണുന്നുണ്ടോ? അത് ഞാൻ അതിനുള്ളിൽ കയറി കാണാൻ പറ്റിയില്ല. അപ്പം പോകുന്ന വഴിയായുണ്ട്. ഇനിയൊരു സമയത്ത് അവിടെ പോകണമെന്നുണ്ട്. നമ്മളുടെ പാട്ടിലുള്ള സ്ഥലങ്ങൾ നമ്മൾ പോയില്ലെങ്കിൽ പിന്നെ ആര് പോകാനാണ്? അല്ല, നമ്മളെങ്കിലും ആ നാട്ടിലുള്ളവരെ സംബന്ധിച്ച് അത് അവരുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യ സ്ഥാനമായിട്ട് അവർ കരുതുന്നതായിരിക്കുമല്ലോ ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറയും. നമുക്കതൊരു കൗതുകവും നമുക്ക് അവിടെ പോകുമ്പോൾ ഒരു സന്തോഷവും. കൊണ്ടോരാ കൈതോലപ്പായ കൊണ്ടുവാ അന്ത്യാളൻ കാവിൽ കൊണ്ടുവാ. പുല്ലാനിക്കാടും കാണാം, വെള്ളാമ്പൽ പൂവും നുള്ളാം, മാനോടും മേട്ടിൽ കൊണ്ടുവാ. പിന്നെ കൊണ്ടുവരാ കൈതോലപ്പായ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ കൊണ്ടുവരാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ കൈതോലപ്പായ നിനക്ക് കാഴ്ച വെക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. പണ്ട് അതൊരു വലിയ പ്രഷ്യസ് ഗിഫ്റ്റാണ്. ഇന്നത്തെ പോലെ ഒരു പഴയ കാലത്ത് ചിന്തിക്കുമ്പോൾ ഈ നമ്മൾ വീട്ടിലന്ന് ബെഡിലല്ല ആളുകൾ കിടക്കുന്നത്, പായല കൈതയുടെ ഓല കൊണ്ടുണ്ടാക്കുന്ന പായ എന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആണ്. അപ്പൊ അതൊരു വലിയൊരു ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുകൊടുക്കാണ്. കൈതോല പായ കൊണ്ടുപോകാൻ അത് കൊടുത്ത് പായ കൊടുത്ത ആവശ്യമില്ല. ബെഡിൽ കിടന്നുള്ള പായ കൊടുത്ത് നമുക്ക് അല്ല. അന്ത്യാളൻ കാവിൽ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എന്നെ എന്തുകൊണ്ടാണ് അന്ന് പോയിട്ട് കൊണ്ടുപോയില്ല, മുന്നിൽ കൂടെ കൊണ്ടുപോയുള്ളൂ. ഇനി ഒരു ദിവസം എന്നെ അന്ത്യാളൻ കാവിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുപോകാം. ഈ വിഷുക്കാലത്തെങ്കിലും ചേട്ടാ അതൊന്ന് സാധിച്ചു കൊടുക്കണേ കേട്ടോ.